നമ്മുടെ അടുക്കളയിലുള്ള ഈ 2 ചേരുവകളുണ്ട് നമുക്ക് ഈസി ആൻഡ് ഹെൽത്തി ആയിട്ട് മൊസറല്ല ചീസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കഴിയും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫ്ന. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ചീസ് ഉണ്ടാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. പാല് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. നമ്മുടെ വിരൽ ഈ ഒരു പാലിലിട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു ചൂട് തട്ടുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പാലും വെള്ളവും വേർതിരിഞ്ഞ് വരുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാല് ഇളം ചൂടാക്കി അതിലേക്ക് നാരങ്ങാനീര് ഒഴിച്ച് നമ്മളൊന്ന് ഇളക്കി ഈ ഒരു വെള്ളവും പാലും തമ്മിൽ വേർതിരിച്ചെടുക്കുന്ന ആ ഒരു സ്റ്റേജ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചീസ് തന്നെ റെഡിയായി കിട്ടും. നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീസ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കഴിയും. നമ്മൾ ഈ ഒരു ചീസിൽ യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് നമ്മുടെ കുട്ടികൾക്കുമൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ചീസ് തന്നെയാണ് നമ്മുടെ ഹോം മെയ്ഡ് ചീസ്. ഇവിടെ പാലും വെള്ളവുമായിട്ട് വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൻ്റെ ഇളം ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതൊരു സ്ട്രെയിനർ വെച്ചിട്ട് ഊറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ ഈ ഒരു ചീസ് കുറച്ച് ഹാർഡായി പോവും. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്ട്രെയിനറി വെച്ച് തന്നെ നല്ല പോലെ ഇതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളയണം. ഈ വെള്ളം കളയരുത്, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഈ ചീസിലെ വെള്ളമെല്ലാം നല്ലപോലെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഒന്ന് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ചീസ് ആ വെള്ളത്തിലൊന്ന് മുക്കി വയ്ക്കുന്നുണ്ട്. നമ്മുടെ ചീസിന് കുറച്ച് ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഉപ്പിട്ട് ചൂടാക്കിയ വെള്ളത്തിൽ നമ്മൾ ഈ ഒരു ചീസ് മുക്കിയെടുക്കുകയാണെങ്കിൽ ചീസ് കുറച്ച് ദിവസവും കൂടെ കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. ഇനി അടുത്തായി ഇവിടെ ഒരു ബൗളിൽ കുറച്ച് ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്തിരിക്കുന്ന ഈ ഒരു ചീസ് നമുക്ക് ഐസ് വാട്ടറിൽ ഒന്ന് മുക്കി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളൊരു 3-4 വട്ടം ചൂടുവെള്ളത്തിലിട്ടൊന്ന് മുക്കി പിഴിഞ്ഞതിന് ശേഷം ഐസ് വാട്ടറിൽ ഇട്ടൊന്ന് മുക്കി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചീസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഈ ഒരു പ്രോസസ്സ് ഒരു 3-4 വട്ടം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. ലാസ്റ്റ് നമുക്ക് ഈ ചീസ് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഒരു പരുവത്തിൽ കിട്ടും. ഈ ഒരു സ്റ്റേജിൽ ഒരു കോട്ടൺ തുണിയിൽ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ചീസിലെ ഫുൾ വെള്ളവും നമുക്ക് ഊറ്റിക്കളയാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ ഈ ഒരു സ്ട്രെയിനറിൽ നല്ലപോലെ ഊറ്റിയെടുത്താലും മതി.
ചീസിലെ വെള്ളമെല്ലാം ഒന്ന് വാർന്നു പോയതിന് ശേഷം നമുക്കിതൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ടൊന്ന് റാപ്പ് ചെയ്ത് മാറ്റി ഫ്രീസറിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബൗളിലോ ടിന്നിലോ ഇട്ട് ഫ്രീസറിൽ വെച്ചാൽ ഒരു 4 മണിക്കൂറിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചീസ് നമുക്ക് കിട്ടും. ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു ചീസ് കിട്ടുന്നത്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാതെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ചീസ് കിട്ടിയത്. ഈ ഒരു ചീസ് വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ചോ പിസ്സയിലോ ഒക്കെ ഈ ഒരു ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.